ഇരുട്ടത്ത് തിളങ്ങുന്ന കല്ല് എപ്പോക്സി എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ പൗഡർ. നമസ്കാരം. ഇതുവരെയും നമ്മൾ ഫാമിലി വ്ളോഗിൽ വീഡിയോകൾ ചെയ്തിട്ടുള്ള പാചകം, മറ്റ് അങ്ങനെയുള്ള ഈ പഴച്ചെടികൾ, ഈ അടീനിയം, ബോഗൺവില്ല ഇങ്ങനെയുള്ള ചെടികളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഇവിടെ കൂടുതലും ഉള്ളത് അടീനിയവും ബോഗൺവില്ലയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഇലച്ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഇൻഡോർ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ ഒരുപാട് പേരുണ്ട് ഈ ഇലച്ചെടികളെ ഇഷ്ടപ്പെടുന്നവരും ഇൻഡോർ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്കും കുറച്ച് ഇൻഡോർ പ്ലാന്റ് ഇലച്ചെടികളുണ്ട്. അപ്പം ഇൻഡോർ പ്ലാന്റ് ഒന്നും അല്ല, ഇത് ഔട്ട്ഡോറിലാണ് വെക്കുന്നത്. അപ്പോൾ സാധാരണ ഈ ഇൻഡോർ പ്ലാന്റിൽ ഇതുപോലെ ചെടികളൊക്കെ സെറ്റ് ചെയ്യുന്നവർ അപ്പം ഭംഗിക്ക് വേണ്ടി ഇത്തരം കല്ലുകളാണ് ഇതിനകത്ത് ഇടുന്നത്, അല്ലേ? ഇതുപോലുള്ള കല്ലൊക്കെ ഇട്ടിട്ടാണ് അത് ഭംഗിയാക്കുന്നത്. അപ്പോൾ ഇതുപോലെ കല്ലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഇതിനകത്ത് നിന്ന് നമുക്കൊരു ചെറിയ സൂത്രപ്പണി കൂടെ കാണിച്ചാലോ? ഇതുപോലെ കല്ലിനകത്ത് എന്താ? അപ്പം നമുക്ക് അങ്ങനൊരു കാര്യം കൂടെ നോക്കാം. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സൂത്രപ്പണിക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്നത് അപ്പോൾ ഇത് നമ്മുടെ എപ്പോക്സി അറിയാം, ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം എപ്പോക്സി എന്താണ്. അതുപോലെ പിന്നെ വേറൊരു സാധനമാണ് ഇതൊരു പൊടിയാണ്. ഇതൊരു പൊടി പൗഡറാണ്. ഇതിൻ്റെ പേര് സ്ട്രോൺഷ്യം അലൂമിനേറ്റ് എന്നാണ്. നാക്കുളുക്കരുത്, സ്ട്രോൺഷ്യം അലൂമിനേറ്റ്. വേണമെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ് ഞങ്ങൾ എഴുതിയേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമ്മളൊരു ചെറിയ സൂത്രപ്പണി ഉണ്ടാക്കുക. അപ്പോൾ തുടങ്ങാം. തുടങ്ങാമെന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇവിടെ റെഡി ആയിരിക്കുക. മിക്സിങ് ആയിട്ട് എടുക്കാം. പിന്നെ അത് ഇളക്കാൻ ഒരു കമ്പ എടുക്കാം. പിന്നെ വേറെന്താ? അപ്പം ഈ ഇത് എന്താ നമ്മുടെ എപ്പോക്സി കയ്യിലൊക്കെ പറ്റിയാൽ ഒരു അതിൻ്റെ കറ ഒരു വിധത്തിൽ അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ നമുക്കൊരു ഗ്ലൗസ് ഇടാം. ഗ്ലൗസ് ഇട്ടിട്ട് എപ്പോക്സിയൊക്കെ എടുക്കാം. അപ്പോൾ അതെല്ലാം നല്ലത്. അപ്പോൾ കയ്യിലൊന്നും ആവില്ല. അപ്പോൾ അതൊരു സേഫാണ് കേട്ടോ. നമുക്ക് ആദ്യം ഒരു കുറച്ചെടുക്കുക. കുറച്ച് ഇത്രയും എടുക്കുക. ഇത് പൊടി മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇത് എപ്പോക്സി, കുറച്ച് എപ്പോക്സി. അതൊരു വയലറ്റ് കളർ അത് ആഡ് ചെയ്തിരിക്കുന്നതാണത്. എപ്പോക്സി എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ പൗഡർ എന്താ സ്ട്രോൺഷ്യം അലൂമിനേറ്റ്, ഈ പൗഡർ കുറച്ചിടാം. കുറച്ച് പൗഡർ ഇട്ടു. എന്നിട്ട് ബാക്കി അങ്ങ് മാറ്റി വയ്ക്കുക. അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം അതിനകത്ത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഈ എപ്പോക്സി ഇതിലേക്ക് ഒഴിക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ചുകൂടെ. ഇത് ഒറ്റ ട്രിപ്പായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോകുന്ന സാധനമാണ്. ഓക്കെ, ഇത്രയും എടുക്കാം നമുക്ക്. ആദ്യം ഒരു പരീക്ഷണത്തിനാണ്. ഇവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് ഇളക്കാം.
ഓക്കെ, ഇതുപോലെ ഭംഗിയായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് ചേർക്കാം? ഇതിൻ്റെ ഹാർഡനർ, ഇത് കട്ടിയാവുന്ന സാധനമാണ്. അതൊരു ഹാർഡനർ, പിന്നെ എപ്പോക്സിയുടെ ഒരു ഭാഗമാണ് അത്. ഇത് നമുക്കൊരു 10 തുള്ളി ഇത്രയും മതി. കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ പിന്നെയുള്ള പ്രശ്നം നമുക്കിത് ശരിക്കും മിക്സ് ചെയ്യാൻ സമയം കിട്ടത്തില്ല, അതിന് മുമ്പ് കട്ട് ചെയ്യും. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ട്രേയിലെ നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. അപ്പോൾ ഇത്രയും ട്രേയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെ നമുക്ക് ഇതിനകത്തെ എന്താ ഒരു ബോള് പോലുള്ളൊരു സാധനമുണ്ട്. ഇതിനകത്തൊന്ന് മുക്കിയെടുത്ത് നോക്കാം. അതും ഇത് സക്സസ് ആവുമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തേ ഏതാ ബോള് പോലെ ഈ ക്രിസ്മസിനൊക്കെ കെട്ടിത്തൂക്കുന്ന സാധനം ഉണ്ടല്ലേ, അതിനകത്ത് അത് വെറുതെ വേറൊരു, അതായത് ഇപ്പൊ കിട്ടിയേക്കുന്ന സാധനങ്ങൾ, അതായത് ഈ ട്രേ എന്ന് പറഞ്ഞത് ഏതാ പെയിന്റിന്റെ ഏതാണ്ട് കുട്ടികൾ പെയിന്റ് ചെയ്യുന്നേ അതിന്റെ ട്രേ ആണ്. നമുക്ക് കല്ലിന്റെ കണക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഉരുണ്ട എന്തെങ്കിലും അതുപോലുള്ള ഷേപ്പിലുള്ള ട്രേ വേണം. അങ്ങനെയുള്ള ട്രേ വേണം. ഇപ്പൊ ഇത് അതൊന്നും കിട്ടാത്തതുകൊണ്ട് കുട്ടികളുടെ പിന്നെ പെയിന്റ് മിക്സ് ചെയ്യുന്ന ട്രേയിലാണ് നമ്മൾ ഇത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അന്നേരം ഈ 2-3 ഈ ബോള് കിട്ടി ആ ബോളിലോട്ട് ഇട്ടു. ആ ബോളിന്റെ അത് വേറൊന്നും അന്ന് വേറൊന്ന് കല്ല് പോലെ അത് വേറൊന്ന്. ഇനി പിന്നെ നമുക്ക് വേണമെങ്കിൽ അതുപോലെ ഒരു കല്ലിനകത്തും ഒന്ന് മുക്കി അതും വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഓ ഇനി പറ്റത്തില്ല, ആണ്ട് കട്ടിയായി തുടങ്ങി. അപ്പോൾ ഇത്ര സമയം കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ സാധനം ഇത്രയും സമയം കൊണ്ട് കട്ടിയായി. 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ. കട്ടിയായി, സാധനം കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ ഇത്തിരി വലിയ പിന്നെ പീസാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കത്തിയുണ്ട്, അതായത് ശരിക്ക് പിന്നെ ഇതാകുന്നതിന് മുമ്പേ ശരിക്ക് ഡ്രൈ ആവുന്നതിന് മുമ്പ് നമുക്കൊന്ന് പിന്നെ പീസാക്കാൻ വേണമെങ്കിൽ ചെറിയ കഷ്ണമാക്കി വെച്ചാലേ ചെറിയ കഷ്ണമാക്കി വയ്ക്കാം. ശരിക്കും ഡ്രൈ ആവുന്നതിന് മുമ്പ് ചെയ്യണം. അതുപോലെ ആ ഉരുണ്ട സാധനമാണെങ്കിൽ അതുപോലെയുള്ള സാധനം കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇത് പിന്നെ എൻ്റെ കയ്യിൽ ഇത്രയും ചെറിയ ഒഴിക്കാനുള്ള ട്രേ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഉരുണ്ട പ്രതലം കിട്ടണമെങ്കിൽ ഉരുണ്ട നല്ലതായിരിക്കും. നമുക്ക് ചെറിയ കല്ലുകളാണ് ഇപ്പോൾ കിട്ടുന്നത്. ഓക്കെ, അത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് കൂടുതൽ, അതായത് പാറ പോലെ കുറച്ച് കിട്ടാൻ വേണ്ടി നമുക്കൊരു ചെറിയ പരിപാടിയും കൂടെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരല്പം ചൂടാക്കാറുണ്ട്. ചൂടാക്കിയാൽ പാറ പോലെ, അതായത് പാറക്കല്ല് പോലെ നമുക്ക് അങ്ങ് ഉറച്ച് കിട്ടും. ഇതിൻ്റെ
ഇനി ഒന്ന് കുറച്ച് സമയം ഇരുന്നങ്ങ് ഉറച്ചിട്ട് ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ പിന്നെ വീഡിയോ കാണിക്കുന്നത് രാത്രിയാണ്. പിന്നെ ഇതൊരു എന്താ പറയുന്നത്, ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം പറഞ്ഞു തരുന്നൊരു സ്വകാര്യ രഹസ്യമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ. അത് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത് അതിൻ്റെ പിന്നെ എന്താ രഹസ്യങ്ങൾ. അപ്പോൾ നമ്മൾ മാത്രമേ അറിയാവൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പം ഇത് ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഇത് എന്താണെന്ന് ചോദിക്കണം, അല്ലേ? അപ്പോൾ എങ്ങനെ എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കുക. ഞാൻ വേറെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. നമ്മുടെ കല്ലെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും പലർക്കും മനസ്സിലായി കാണത്തില്ല ഇത് എന്തിനാണ് ഈ കല്ല് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ നമ്മൾ കുറേ പിന്നെ എന്താ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പ്രത്യേക ഒരു കല്ലുണ്ടാക്കി വെറുതെ കല്ലൊക്കെ മേടിച്ചിട്ടാൽ പോരെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചിലർക്കൊന്നും മനസ്സിലായി കാണത്തില്ല. അവർക്ക് വേണ്ടി നമ്മൾ ഇത് കാണിക്കാം. തുടങ്ങാം. അത് നമുക്ക് ഈ കല്ല് ഇതിലേക്ക് നിരത്താം. അതിൽ നിരത്തിക്കാം. അത് ഇതുപോലെ ലൈനായിട്ടേ വേറെ ഡയമണ്ട് അതുപോലെയൊക്കെ ഉണ്ടാക്കാം നമുക്ക്. ബെറ്റർ അടിച്ചു തരാം. വേണ്ട ഇതുപോലെ ഞങ്ങൾ റൗണ്ടിന് ഇങ്ങനെ കല്ല് പറക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രത്യേകത എന്തുവാന്ന് കാണണ്ടേ? കാണണോ? നോക്കാം. ഓക്കെ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. കണ്ടോ? ലേക്ക് വന്നിട്ട് ഇത് എന്തുവാ ഇത് ഇരുന്ന് തിളങ്ങുന്നതെന്ന് നോക്കുക. ഇപ്പൊ രാത്രി മുഴുവൻ ഇതുപോലെ തിളങ്ങും ഇരുന്ന്. ഇപ്പം ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് നോർമലാവും. ഇരുട്ടത്ത് തിളങ്ങുന്ന കല്ല്, അതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി, ഓക്കെ. ഇനി നമുക്കൊരു പുതിയ സൂത്രപ്പണി മറ്റൊരു വീഡിയോയിൽ കാണാം.